പറയുന്നു. മാന്യ സദസ്സിന് വന്ദനം. അങ്ങനെ തന്നെ പറയുന്നത് അല്ലേ? അപ്പോ കാർണിവലിന്റെ പരിപാടിക്ക് ഇവിടെ വരാൻ കഴിഞ്ഞും കൊമ്പങ്ങാട് തറവാട്ടുമായി ഇപ്പച്ചിക്കും എനിക്കും അവിടെ വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് 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 സന്തോഷമുണ്ട്. നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? ഞങ്ങൾക്കും സന്തോഷമുണ്ട്. നമുക്കെല്ലാവർക്കും സന്തോഷമല്ലേ? അപ്പൊ നമ്മളെ വീഡിയോസ് കാണുമ്പോൾ എത്ര സങ്കടപ്പെട്ട ആൾക്കാരും ചിരിക്കുന്നുണ്ട് എന്നുള്ളൊരു കമന്റൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങളൊക്കെ ചിരിക്കുന്നുണ്ടോ? രസമാണ് വീഡിയോ. അപ്പൊ കൊമ്പങ്ങാട് തറവാട്ടിന്റെ മൂത്താളല്ല ആദ്യം സംസാരിക്കണ്ടേ? അപ്പൊ പറഞ്ഞത് ഞാൻ പറഞ്ഞു. ഇനി പറ്റി പറഞ്ഞു. ഞാൻ പറഞ്ഞു. കൊമ്പങ്ങാട് പോയ അസ്സലാമലൈക്കും. നമസ്കാരം. എന്തായാലും ഈ അഞ്ചച്ചവടിയില് ഈ എക്സ്പോന്റെ ഭാഗമായിട്ട് അവിടെ വരാൻ സാധിച്ചതിന് ഒരുപാട് സന്തോഷം. അതിന് നന്ദി പറയേണ്ടത് നമ്മളെ NIC ക്ലബിന്റെ ഭാരവാഹികളോടാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മാരി ക്രൗഡ് നമ്മളെ സ്നേഹിക്കണം, നമ്മളെ മുത്തുമഴകളെ ഒരുമിച്ച് നമ്മളെ മുന്നിൽ കൊടുത്തു തന്നതിന് ഒരുപാട് സന്തോഷം. നിങ്ങളെ ഒറ്റ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാനും ഷിപ്പൊക്കെ ഇന്ന് ഈ സ്റ്റേജിലൂടെ നിൽക്കുന്നത്. അപ്പൊ നിങ്ങളെ കാണാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാക്കി തന്നത് NIC ക്ലബിന്റെ ഭാരവാഹികളാണ്. അപ്പൊ ഇവർക്കൊരു നല്ല കഴിവ്. അതാണ് ഞങ്ങളൊക്കെ എങ്ങനെയായാലും വൈകുന്നേരം 5 മണിയാകുമ്പോൾ കാണാം അല്ലെ? എല്ലാ ദിവസവും നിങ്ങളെ കാണാൻ നമുക്ക് ഇതേപോലത്തെ അവസരം കിട്ടുള്ളൂ. അപ്പൊ എന്താ നമുക്ക് പൊളിച്ചടക്കണ്ടേ? ആയിക്കോട്ടെ. കൊമ്പങ്ങാട് പോയ നിങ്ങളെന്നല്ലേ? അല്ലേ? ആണേ. അപ്പോ പറക്കല്ലേ? അതിനല്ല നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ആദ്യം തന്നെ കൊമ്പങ്ങാട് തറവാട്ടിൽ ഒരു ഈശ്വര പ്രാർത്ഥന ആയാലോ? പാട്ടിന് തുടങ്ങുന്നത് ഞങ്ങൾ ഈശ്വര പ്രാർത്ഥന വന്നാൽ തുടങ്ങുക. അപ്പൊ പാടോ നിങ്ങൾക്ക് അറിയുന്ന പാട്ടാണ്. ചിക്കോ കാച്ചിക്ക പാടോ കേട്ടെ. കൊമ്പങ്ങാട് പോയ വെളിപ്പിച്ചിന്റെ സൈന കൊമ്പത്തിരുന്ന് പാടങ്ങ് കൊമ്പത്തിരുന്ന് പാടങ്ങ് അത് നീട്ട് അങ്ങനെ പോകും. ഇന്ന് പോവാനൊന്നും നേരം അവരെ വിളിച്ചു. അപ്പൊ എന്താ ചെയ്യേണ്ടത്, എന്താ കാട്ടുന്നത് കൊടുത്താലില്ല. കാരണം അമ്മാരി പൂ ഇഞ്ഞമായി കിടക്കുന്ന ആൾക്കാർ ഒരുപാട് സന്തോഷമുണ്ട് മക്കളെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഓരോ റിസ്ക് എടുത്തുകൊണ്ട് ഓരോ വീഡിയോ ചെയ്യുന്നതും അല്ല ഉറങ്ങിക്കണൊക്കെയാണ്. എന്നാ തുടങ്ങല്ലേ? എന്താ വേണ്ടേ? ഡാൻസോ മതിയോ? ഇന്നത്തെ വേണ്ടേ? പാട്ട് നമുക്ക് പാടാം. അവസാനം പാടിയ പോലെ അടിച്ചല്ല. നമുക്കൊരു കാര്യം ഒരു മിമിക്രി ആക്കിയല്ലേ? ഏതെടുക്കാം? മിമിക്രി ഉണ്ട്. മിമിക്രി ഇഷ്ടമാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ധൈര്യത്തിന് വേണ്ടി നല്ലൊരു കയ്യടി വന്നാല് അതിന്റെ സൗണ്ട് ആയാലും ആദ്യം കറക്റ്റ് ആണെങ്കിൽ കയ്യടിക്കോ? ഉറപ്പാ? നീങ്കാലം മോശം കിട്ടിയതിന്റെ സമ്മതം ഉണ്ടായിട്ടോ. ഇന്നേക്ക് ദുർഗാഷ്ടമി അന്നെ നമ്മൾ കൊന്നേ അന്റെ രക്തത്തെ നമ്മൾ കുടിച്ച് ഓങ്കാല നടനമോടാവട്ടെ മോശക്കായേ വേണ്ട നമ്മൾ പറയേ ജഡ്ജസ് കുത്തിരിക്കണ്ടേ. താങ്ക് യു. പിന്നെ വേണ്ടേ? ആണോ? ഇപ്പൊ ചാടിയടി മാത്രം. അപ്പൊ അടുത്തതായി പറയൂ. സെയിനെ കൊടുത്തിട്ടില്ല ഞാൻ. സെയിനായിട്ട് നാളെ വീഡിയോ ഉണ്ട് ടെസ്റ്റിക്കാനായിട്ട്. നാളത്തെ ഒരു വീഡിയോ ഉണ്ട്. നാളെ സെയിനെ കൊടുത്തിട്ടുണ്ട്. സെയില് വന്നിട്ടില്ല. ഞങ്ങൾ ഉണ്ടാവുള്ളൂ. ലബീബ ലബീബ് അല്ല
പടച്ചോനെ 5 ചവിടിയിലേക്കാണ് സാധനം. നബീബേ ആ? ഓള 6 ജോഡിയില്ല. എന്റെ ഏട്ടക്കൊക്കെ നടക്കുന്നത് അല്ലോ. അപ്പൊ അങ്ങനെ സാധനത്തിലൂടെ കൊണ്ടുവരണ്ട് ആളെക്കട്ടെ. അപ്പൊ പിന്നെ വേറെന്താ പറഞ്ഞത്? എന്താ വേണ്ട പറഞ്ഞേ? ചാടിയടി ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് ഇന്നെ തന്ന അത്ര ഇഷ്ടം തന്നെ. ഞാൻ പറഞ്ഞോളെ നല്ല ഇഷ്ടം. ഇന്നെ അടിക്കണ്ടെന്ന് ഇഷ്ടമല്ലാത്തവരൊന്ന് കജ്ജൊന്നിച്ച. അടിക്കണമെന്ന് ഇഷ്ടമുള്ളവരൊന്ന് കയ്യൊന്നിച്ച. അടച്ച തമ്പുരാനെ. അവനവന്റെ വാപ്പമാരുടെ അടുത്തുനിന്ന് വാങ്ങാം കേട്ടോ. എനിക്കുള്ള എന്റെ പറ്റി തരുന്നുണ്ട് എന്നും. അടി എല്ലാ ദിവസവും വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ഇവിടുന്നൊക്കെ എന്നെ അടിച്ചു കഴിഞ്ഞാൽ ഇവനൊക്കെ കറക്കേണ്ടി വരും. കൊടുക്ക് പോയെന്ന് കോയ നോക്കല കൊടുക്ക് പോയ. അപ്പൊ വേദിയിൽ നിൽക്കുന്ന വിദഗ്ധൻ അധ്യക്ഷൻ മതി മതി അങ്ങനെ തന്നെ പ്രസംഗിച്ചു. അങ്ങനല്ലേ? എനിക്ക് പ്രസംഗിച്ചാലൊന്നും അറിയില്ല. മലപ്പുറംകാർക്ക് നമ്മൾ സ്റ്റേജിൽ വന്ന് ഇങ്ങനെ തന്നെ ലക്കല് ഇച്ച നോർമലായിട്ട് നിൽക്കാനേ പറ്റുള്ളൂ. അല്ലാതെ നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ? ഞാൻ കുഞ്ഞാപ്പാണ്. ഇങ്ങനെയൊന്നും വേറെ എന്നെ കൊണ്ട് നിൽക്കൂല. നമ്മൾ സ്വന്തം നാട്ടുകാരെ പോലെ നമ്മൾ സംസാരിച്ചാൽ പൊളിച്ചടക്കിയാ മതി അല്ലേ? പൊളിച്ചടക്കിയാ പോലെ. നമ്മൾ വെൽവെറ്റിയാണ് നമ്മൾ. ഈ നടന്മാരൊക്കെ വലിയ വലിയ ആൾക്കാരായ പറയില്ലേ സെലിബ്രിറ്റിയോ? ആ വെൽവെറ്റ് ആണ്. ഇതിന് ഞാൻ വെറുതെ പൊട്ടിട്ടുണ്ട്. ഞങ്ങൾ വെൽവെറ്റി ഒന്നല്ല, ഞങ്ങൾ അതേപോലത്തെ മത്സ്യന്മാർ തന്നെയാണ് നമ്മളും കേട്ടോ. ആ അപ്പൊ ഇങ്ങനെ പറയും ജാടയാണോ ജാടയാണോ. അപ്പൊ ആ ജാട എന്ന് പറഞ്ഞ സാധനം നമുക്ക് വരാൻ പാടില്ല. അതിപ്പോ അടുത്തൊരു ചങ്ങായി ഒരു പാട്ടടിയില്ലേ, അതില് ഇവിടെ ഈ ദുനിയാവിലെനിക്കെന്ത് ബന്ധം, അടുക്കത്തെ ബന്ധം മൂടിയ ഈ വഴിയിൽ എന്തുണ്ട് സ്വന്തം, ഇളം തെന്നലായെത്തും ലൈലാന്റെ സുഗന്ധം. അതാണ് ഈടവഴിയിൽ വരണം അവളുടെ നിർബന്ധം. പടച്ച തമ്പുരാനെ അതന്നെ പറഞ്ഞത്. ഭ്രാന്തായാൽ എന്ത് സുഖം, സക്കറാത്തിൽ മൗത്തെന്ത് രസം. വയലാറായിട്ട് അതേപോലെ അതെ ആരും എഴുതൂലട്ടെ ഈ എഴുത്തു. പടച്ച തമ്പുരാനെ മാറി എന്തായാലും അതിനൊരു ലേസമായി ലേസം പോലെ പറയാൻ ചൂടുള്ള കൂടി മാറും ഒരാൾക്ക് രണ്ട് കാറോ. നാളെയാണ് അതല്ല അത് അവിടെ വിളിച്ചറിയാൻ മരണക്കണങ്ങളെ അത് നോക്കണ്ട ചോദിച്ചോ. ആരാ പറഞ്ഞ കുതിരവട്ടം തപ്പല്ലേ? ദാസപ്പൂ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ച് എന്റെ പെരുമാറ്റത്തിന് എന്തെങ്കിലും പങ്കുകളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ഇന്നലെ രാത്രി മാടമ്പള്ളി മുറ്റത്ത് വെച്ച് കണ്ടാലേ അകത്ത് കെട്ടിയിട്ടുണ്ട്. വേറെ ആരുമല്ല, മാടമ്പള്ളിയിലെ പഴയ തമിഴ് തന്നെയ. അസമയത്തോടെ നിൽക്കാതെ കണ്ടല്ലോ. ആയുസിന്റെ ബലം കൊണ്ടാ 4 തകിട് കുച്ചിട്ടുണ്ട്. എന്റെ ഈ തകിടത്ര മോശമൊന്നല്ല. നല്ലൊരു കൈ എന്താ എന്തായാലും എനിക്ക് ഈ ആൾക്കാർ എങ്ങനെ കണ്ടിട്ട് എന്താ പറയാനുള്ളവരോട്? ജനങ്ങൾ കണ്ടിട്ട് എന്തൊക്കെ പറയാനുള്ളത്? അസ്സലാമലൈക്കും. അത് മാത്രമേ ഉള്ളൂ. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഓരോട് എന്താ പറയാനുള്ളത്? ഞാനൊരു കാര്യം പറയട്ടെ. ഇതേപോലെ ഒരു കാലത്ത് ഇതേപോലെ ആൾക്കാരുടെ ഇടയിൽ നിന്നൊരാളാണ് ഞാൻ. അന്ന് ആരെയും സ്റ്റേജില് അന്ന് സ്റ്റേജിൽ പറയാൻ പറ്റാത്ത ഒരാളാണ്. ആരാ പറഞ്ഞു പറേ. അന്ന് പാലാ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഗാനമേളന്റെ ട്രൂപ്പ് ഉണ്ടായിരുന്നു.
ആ ടീം ഇനി സ്റ്റേജ് പരിപാടിയിൽ ഇങ്ങനെ കസർത്തിക്കൊണ്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സ്റ്റേജിന്റെ മൂലക്ക് അവിടെ ഇങ്ങനെ നിൽക്കും ആൾക്കാരുടെ ഇടയിൽ. അപ്പൊ എനിക്കിങ്ങനെ ഡാൻസ് കളിച്ചൊക്കെ ഇങ്ങനെ മുട്ട ഈ പാട്ട് ഇവരുടെ പാട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ I am a disco dancer ഈ സാധനങ്ങളാണ് പാടിയത്. ഞാൻ അവിടുന്ന് ഇങ്ങനെ പൊരിഞ്ഞ കളി. അന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചില്ല പറച്ചോനെ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ കളിച്ചാൻ പറ്റുമോ, കൊളാവോ, എന്താണെന്നൊന്നും അറിയില്ല. അങ്ങനെ എനിക്ക് ഒരു ദിവസം സ്റ്റേജിമൊക്കെ ഒരാൾ വിളിച്ചു. ഞാൻ ഡാൻസ് കളിച്ച് കണ്ടിട്ട് സ്റ്റേജിമൊക്കെ വിളിച്ചു. അന്നുള്ള പാട്ടാണ് ധൂമജാലെ. ആ പാട്ടിന് ഒരു 1.5 ഡാൻസ് കളിച്ചു. അന്ന് അവിടെ ഉള്ളവർക്കൊക്കെ എന്നെ ഇഷ്ടമായി. അതിനുശേഷം ഞാൻ ആ ഡാൻസ് ഒന്നും മുട്ടിയില്ല, അതിമ തന്നെ കണ്ടിന്യൂ ചെയ്തു. ഇപ്പോ അതേ സ്റ്റേജില് നമ്മളെ കാണാൻ ആൾക്കാർ വരുന്നുണ്ട്. അത് നമ്മളെ വളർത്തിയവര് വരാണ്. അതാണ് ഞാനിവിടെ ആദ്യം പറയാൻ പറയാം. അതെ, അതിന് ഓരോട് ഒരു നന്ദി പറയണ്ടേ. തീർച്ചയായിട്ടും. പടക്ക പൊട്ടുന്ന മാതിരി പറഞ്ഞാല് നല്ലൊരു നന്ദി. ഞങ്ങളെ ഈ നിലയിലെത്തിച്ച എല്ലാവർക്കും വേണ്ട, അതൊക്കെ പഴയതാ. ഞങ്ങൾ ഈ നിലയിലെത്തിച്ച എല്ലാവർക്കും, ഞങ്ങൾ ഈ നിലയിലെത്തിച്ച എന്റെ കുടുംബക്കാർക്ക്, അങ്ങനെ പറഞ്ഞവരെ എന്റെ കുടുംബക്കാർ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. എന്റെ കുടുംബപ്പ ഇതൊക്കെ കുടുംബക്കാരാണ്. അങ്ങനെ എല്ലാവർക്കും എന്റെ അപ്പച്ചന്റെ വക ഒരുപാട് 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 നന്ദി.